ആഗോള ക്രിസ്ത്യൻ സമൂഹവുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലുള്ളതാക്കാൻ ഇസ്രായേൽ ചരിത്രത്തിലാദ്യമായി ഒരു പ്രത്യേക നയതന്ത്ര പ്രതിനിധിയെ നിയമിച്ചു. പരിചയസമ്പന്നനായ നയതന്ത്രജ്ഞൻ ജോർജ് ഡീക്കിനെയാണ് ഈ പദ്ധതിയിലേക്ക് വിദേശകാര്യമന്ത്രി ഡിഡിയൻ സർ തിരഞ്ഞെടുത്തത്. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്കിടയിൽ ഇസ്രായേലിനെക്കുറിച്ചുള്ള നല്ല ധാരണ വളർത്തുകയാണ് ഈ പുതിയ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. സമീപകാലത്തായി ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഭാഗത്തുനിന്നും ചില തീവ്രവാദികളിൽ നിന്നും ഉണ്ടായ ക്രിസ്ത്യൻ വിരുദ്ധ ആക്രമണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നിർണായക നിയമനം. വിദേശ രാജ്യങ്ങളിൽ ഇസ്രായേലിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ച ചില പ്രധാന സംഭവങ്ങളുണ്ടായി. ഈ വർഷം ഏപ്രിലിൽ ലെബനനിൽ വെച്ച് യേശു ക്രിസ്തുവിന്റെ ക്രൂശിത രൂപം തകർത്ത ഒരു IDF സൈനികന് 30 ദിവസത്തെ ജയിൽ ശിക്ഷ ലഭിച്ചിരുന്നു. പിന്നീട് മെയ് മാസത്തിൽ ജെറുസലേമിൽ വെച്ച് പ്രായമായ ഒരു ഫ്രഞ്ച് കന്യാസ്ത്രീയെ ഇസ്രായേലി കുടിയേറ്റക്കാരൻ നിലത്തേക്ക് തള്ളിയിട്ട സംഭവം വലിയ വിവാദമായി. കൂടാതെ തെക്കൻ ലെബനനിലെ ഡെബൽ എന്ന ക്രിസ്ത്യൻ ഗ്രാമത്തിൽ കന്യകാമറിയത്തിന്റെ പ്രതിമയെ അപമാനിച്ച 2 ഇസ്രായേലി സൈനികർക്കെതിരെയും സൈന്യം നടപടിയെടുത്തിരുന്നു. ഈ സംഭവങ്ങളെ തുടർന്ന് എല്ലാ മതങ്ങളുടെയും സമുദായങ്ങളുടെയും പുണ്യസ്ഥലങ്ങളെയും മതചിഹ്നങ്ങളെയും ആരാധനാ സ്വാതന്ത്ര്യത്തെയും ഇസ്രായേൽ പൂർണ്ണമായി ബഹുമാനിക്കുന്നുണ്ടെന്നും ഈ സംഭവങ്ങളെ സൈന്യം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും IDF വക്താവ് വ്യക്തമാക്കി. ജാഫയിലെ അറബ് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള വ്യക്തിയായ ജോർജ് ഡീക്കിന് നയതന്ത്ര രംഗത്ത് 18 വർഷത്തെ ദീർഘമായ പ്രവൃത്തി പരിചയമുണ്ട്. ഇസ്രായേലിലെയും ജാഫയിലെയും ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ചെയർമാനായി ദീർഘകാലം പ്രവർത്തിച്ച യൂസഫ് ഡീക്കിന്റെ മകനാണ് ജോർജ് ഡീക്ക. നിയമനം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഡിഡിയൻ സർ പറഞ്ഞതിങ്ങനെ: ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ സുഹൃത്തുക്കളുമായുള്ള ബന്ധത്തിന് ഇസ്രായേൽ രാഷ്ട്രം വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ബഹുമാനനും മികച്ച നയതന്ത്രജ്ഞനുമായ ജോർജ് ഡീക്കിന്റെ നിയമനം ഇസ്രായേലും ക്രിസ്ത്യൻ ലോകവും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്.